എല്ലാവർക്കും നമസ്കാരം. LGS 4ാം ഘട്ട പരീക്ഷയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യ ചോദ്യം നോക്കാം. 7 ഗുണിക്കണം 8 ഹരിക്കണം 2 ഗുണിക്കണം 14 പ്ലസ് 3² ബോർഡ് മാസ് എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് എടുത്തെഴുതി നോക്കാം. 7 ഗുണിക്കണം 8 ഹരിക്കണം 2 ഗുണിക്കണം 14 കൂട്ടണം 3² എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം എന്താണ് ബോർഡ് മാസാണ് ചെയ്യുന്നത്. ബോർഡ് മാസ് നമ്മൾ എഴുതി. ഇനി ബ്രാക്കറ്റ് ഉണ്ടോ ഇല്ല, ഓഫ് ഉണ്ടോ ഇല്ല. അപ്പോൾ ഇനി എന്താണ് ഡിവിഷൻ ആണുള്ളത് അല്ലേ, ഡിവിഷൻ ആണുള്ളത്. ഡിവിഷൻ ഹരണമാണല്ലേ, ഡിവിഷൻ ഹരണമാണല്ലേ. അപ്പോൾ അത് ഇവിടെയുള്ളത് ഇതാകുന്നു 8 ഹരിക്കണം 2. 8 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ എത്രയാ നമുക്കറിയാം, നമ്മളിതൊക്കെ പഠിച്ച കുറേ ചെയ്തതാണ്. 8നെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 4 നമുക്ക് കിട്ടുക. ഇനി നോക്കിക്കഴിഞ്ഞപ്പോൾ 7 ഗുണിക്കണം 4 ഗുണിക്കണം 14 പ്ലസ് 3² എന്ന് മാത്രമാണുള്ളത്. അപ്പോൾ ഇനി എന്താ, മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ എന്താ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നൊക്കെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. നമുക്കിനി ബാക്കിയുള്ളത് 7 ഗുണിക്കണം 4 ഗുണിക്കണം 14 പ്ലസ് 3² ആണുള്ളത്. 3² എത്രയാണ് നമുക്ക് എഴുതാമല്ലോ. 3² എത്ര, 3 × 3 9 ആണ് 3². അപ്പോൾ ഇനി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഗുണിക്കണം അല്ലേ. ഇത് ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഗുണിക്കണം, 7 × 4 × 14 ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 14നെ 7 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കാം. 14 × 7 എത്രയാണ്, 14 ഗുണിക്കണം 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7 4 28 ശിഷ്ടം 2 എത്രയാണ്, 1 7 7 7 2 9 98 ആണ് എന്ത്, 14 ഗുണിക്കണം 7 98 ആണ് 14 ഗുണിക്കണം 7. ഇനി എന്ത് ചെയ്യണം, ഒരു 4 കൊണ്ട് ഗുണിക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 98നെ 4 കൊണ്ട് കൂടി ഗുണിച്ചു. എത്ര, 7 4 32 ശിഷ്ടം 3 9 4 36 3 39 392. നമുക്കപ്പോൾ എങ്ങനെ കിട്ടി, 392 കൂട്ടണം 9 എന്ന് കിട്ടി. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക, 401. ഓപ്ഷനിൽ അങ്ങനെ ഒരു വാല്യൂ ഉണ്ടോ, ഓപ്ഷനിൽ എവിടെ അങ്ങനെ ഒരു വാല്യൂ ഇല്ല. അപ്പോൾ ഈ ചോദ്യം എന്താണ്, ക്യാൻസലായി പോവും. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. വീണ്ടും അതേപോലെ ഒരു ചോദ്യം അല്ലേ, ബോർഡ് വാസ് തന്നെ ഒരു ചോദ്യമാണ് ചോദിച്ചത്. 7² × 2 ഹരിക്കണം 2 ഗുണിക്കണം 7. അപ്പോൾ നോക്ക്, 7² എത്രയാണ്, 49 അല്ലേ. 7² ഗുണിക്കണം 2 ഹരിക്കണം 2 ഗുണിക്കണം 7. ഞാൻ നോക്കുക, 7² ഞാൻ എന്ത് എഴുതി, 49 എന്ന് എഴുതി കേട്ടോ. അപ്പോൾ ഇനി നോക്ക്, 2 ഹരിക്കണം 2 ആദ്യം ഹരണം ചെയ്തു. അപ്പോൾ എത്ര, 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 ആണല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടത്, 49 ഗുണിക്കണം 1 ഗുണിക്കണം 7. 49 ഗുണിക്കണം 1 ഗുണിക്കണം 7. അപ്പോൾ 49നെ 7 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അതെത്രയാ, 343. നമ്മൾ ചെയ്തു നോക്കിയത് കഴിഞ്ഞപ്പോൾ അതും എന്തില്ല, ഉത്തരത്തിലില്ല. അപ്പോൾ ഇതും എന്തായിരിക്കും, ചോദ്യം ക്യാൻസലായി പോവും. മനസ്സിലായല്ലോ. 2 ചോദ്യം ഇപ്പോൾ ക്യാൻസലായി. ആദ്യത്തെ 2 ചോദ്യങ്ങളും ക്യാൻസലായിപ്പോയി. എന്തുകൊണ്ടാണ് അതിങ്ങനെ ക്യാൻസലാക്കാൻ വേണ്ടി തരുന്നതെന്നറിയോ, ഒന്ന് ഇവർക്ക് വരുന്ന തെറ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സമയം കൂടി ഇത് പോവും. ഇതോടെ നമ്മുടെ സമയം കൂടി പോവും അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഈ ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ടോ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ സെയിം ചോദ്യം നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചോദ്യം എങ്ങനെയാണ്, 1/2 2/3 3/4 1/5. നമുക്ക് ആരോഹണ ക്രമത്തിൽ എഴുതണം എന്നാണ് പറഞ്ഞേക്കണേ. ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന പോലെ എഴുതണം അല്ലേ. ആരോഹണം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന പോലെ എഴുതണം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കറിയാം അല്ലേ. ഞാൻ ആദ്യം ആ സംഖ്യകൾ എടുത്ത് എഴുതി. 1/2 2/3 3/4 അതുപോലെ 1/5 ആ സംഖ്യകൾ എടുത്ത് എഴുതി. ഇനി എന്താ നമ്മൾ ചെയ്യാറ്, അതന്നെ എന്ത് ചെയ്യും, എല്ലാ സംഖ്യയും 10 കൊണ്ടോ 100 കൊണ്ടോ 1000 കൊണ്ടോ ഗുണിക്കാൻ പോവാണ്. എല്ലാത്തിനെയും ഗുണിക്കണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, 10 കൊണ്ട് ഗുണിക്കുകയാണ്. 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 0 ഇട്ട് കൊടുത്താൽ പോരെ. എല്ലാത്തിനും ഓരോ 0 ഇട്ട് കൊടുത്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി പറ 10/2 എത്രയാ, 5. ഇനി ഇതോ 20/3 എത്രയാ 3 6 18. അപ്പോൾ 6 പോയിൻ്റ് അല്ലേ വരിക. ഓക്കെ. ഇനി അടുത്ത് ഇത് നോക്ക്, 30/4 പറഞ്ഞാൽ 7 4 28. അപ്പോൾ എത്ര വരിക, 7 പോയിൻ്റാണ് എന്ത് ഇത് വരുന്നത് അല്ലേ. 30/4 പറഞ്ഞാൽ 7 പോയിൻ്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ അല്ലേ വരിക. അപ്പോൾ ഇനി 10/5 10ന് 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക, 2 ആണ് കിട്ടുക. ഇനി നോക്ക്, ഇതിൽ ഏതാ ഏറ്റവും ചെറുത്, ഇതല്ലേ. അപ്പോൾ നമ്മുടെ ഏറ്റവും ചെറിയ വാല്യൂ ഏതായിരിക്കും, 1/5. 1/5 തുടങ്ങുന്ന ഒറ്റ ഒന്നുള്ളൂ ഓപ്ഷനിൽ. 1/5 തുടങ്ങുന്ന ഒറ്റ ഒന്നുള്ളൂ. ഏതാ, ഓപ്ഷൻ ബി ആണ്.
കറക്റ്റ് ആൻസർ. എന്നാലും നമുക്ക് ബാക്കി കൂടി നോക്കാം. 1/5 എത്രയാ? നമുക്കിവിടെ 2 കിട്ടിയില്ലേ? ഇനി അടുത്ത ചെറുതേതാ? 5 അല്ലേ? 5 ഏതാ? 1/2. നോക്ക് എഴുതിയേക്ക് നോക്ക്. ഇനി അടുത്തത് ഏതാണ്? 6 അല്ലേ? 6 എത്രയാ? 2/3. ഇനി അടുത്തത് ഏതാ? 3/4. ഉത്തരം കിട്ടിയല്ലോ. എങ്ങനെ കിട്ടിയാൽ മനസ്സിലായല്ലോ? എന്താ ചെയ്തത്? 10 കൊണ്ട് നമ്മൾ ഗുണിച്ചു. എല്ലാ സംഖ്യയും 10 കൊണ്ട് ഗുണിച്ചു ആദ്യം. എന്നിട്ട് എന്ത് ചെയ്തു? ആ വില നമ്മൾ കണ്ടു. അതായത് 10നെ 2 കൊണ്ട് ഹരിച്ചു, 20നെ 3 കൊണ്ട് ഹരിച്ചു, 30നെ 4 കൊണ്ട് ഹരിച്ചു, 10നെ 5 കൊണ്ട് ഹരിച്ചു. എന്നിട്ട് അതിനിടെ എന്ത് എഴുതി? അതിൽ ചെറിയ സംഖ്യ ഏറ്റവും ചെറുത്, വലിയ സംഖ്യ ഏറ്റവും വലുത്. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി ഉയരം 160 സെൻറ്റിമീറ്റർ ആണ്. അതിൽ 4 പേരുടെ ഉയരം യഥാക്രമം 163, 160, 161, 162 എന്നിങ്ങനെയാണ്. 5ാമത്തെ ആളുടെ ഉയരം എത്ര എന്നാണ് ചോദിച്ചേക്കണേ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഈ ചോദ്യം നമ്മൾ സാധാരണ ചെയ്യുക എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ആദ്യം എന്ത് ചെയ്യും? തുക കാണും. അതായത് എന്ത് തുക? 5 പേരുടെ തുക കാണും. അതെത്രയാ? 5 ഗുണിക്കണം ശരാശരിയായ 160. അതുപോലെ എന്ത് ചെയ്യും? 4 പേരുടെ തുക കാണും. അതെങ്ങനെയാ? ഈ 163 കൂട്ടണം 160 കൂട്ടണം 161 കൂട്ടണം 162 ചെയ്തിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 5 ഗുണിക്കണം 160, അതായത് 5 പേരുടെ തുകയിൽ നിന്ന് 4 പേരുടെ തുക മൈനസ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ നമുക്ക് 5 × 160 എത്രയാ? 160നെ 5 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നേരെ എന്ത് ചെയ്യാം? 160ൻ്റെ പകുതി കാണാം. 160ൻ്റെ പകുതി എത്രയാ? 80 അല്ലേ? ഇനി ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ 5 കൊണ്ട് ഗുണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ. എന്താ ചെയ്തത്? 160നെ 5 കൊണ്ട് ഗുണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത്? നേരെ 160ൻ്റെ പകുതി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. 800 ആണ് 160 × 5. ഇനി ഇവിടെ നോക്ക് എത്രയാ? 163 + 160 + 161 + 162 എത്രയാണെന്നാണ്. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 160 ഉണ്ട്. 160 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 640 വരും അല്ലേ? പിന്നെ ബാക്കി എത്ര വരുന്നത്? 3, ഇവിടെ ഒരു 1, 2. അപ്പോൾ 3 2 5, 5 1 6 അല്ലേ? അപ്പോൾ നമുക്ക് 2 കൂടി കൂട്ടിയാൽ 646. അതായത് ഇത് മൊത്തം കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 646 എന്ന് കിട്ടും. അപ്പോൾ ഇനി സിമ്പിൾ അല്ലേ കണ്ടുപിടിക്കാൻ? നമ്മുടെ എന്താണ് 5ാമത്തെ ആളുടെ ഉയരം എത്രയെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 800ൽ നിന്ന് 646 കുറച്ചാൽ മതി. അതായത് 4 ആളുകളുടെ തുക കുറച്ചാൽ മതി. 5 ആളുടെ തുകയിൽ നിന്ന്, ഹൈറ്റിൻ്റെ തുകയിൽ നിന്ന് എന്ത് ചെയ്യാം? 4 ആളുകളുടെ തുക കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? 154 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 154 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? എങ്കിൽ ഇത് വേറൊരു രീതിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത് വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യേണ്ടത്. ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? 5 പേരുടെ ശരാശരി ഉയരം 160 ആണ്. അപ്പോൾ ആരൊക്കെയാണ് 5 പേര്? 1 163, 1 160, 1 161, 1 162. പിന്നെ ഒരാളും കൂടി ഉണ്ട് അല്ലേ? 5ാമൻ. അയാളെ നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണ്. അയാളെ നമ്മൾ എന്താ എടുക്കുന്നത്? എക്സ് എന്ന് എടുക്കുകയാണ്. ഇവരുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയാ? 160 ആണ്. മനസ്സിലായല്ലോ? ഇവരുടെ ശരാശരി എന്ന് പറയുന്നത് 160 ആണ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഓരോ സംഖ്യയിൽ നിന്നും ശരാശരി കുറച്ചിട്ട് അതിൻ്റെ മേലെ തന്നെ എഴുതാൻ പോവാം. അപ്പോൾ നോക്ക്, 163ൽ നിന്ന് ശരാശരി കുറയ്ക്കുക. എത്രയാ ശരാശരി? 160. 163 160 കുറച്ചാൽ എത്രയാ? +3 അല്ലേ? ഇനി അടുത്തത് 160ൽ നിന്ന് 160 കുറച്ചാൽ എത്രയാ? 0 അല്ലേ? ഇനി നോക്ക്, 161 160 കുറച്ചാൽ എത്രയാ? 1 അല്ലേ? 162ൽ നിന്ന് 160 കുറച്ചാൽ എത്രയാ? +2 അല്ലേ? ഈ പ്ലസ് ഇടേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. മൈനസ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാ. അപ്പം ഇനി നോക്ക്, ഇനി എന്ത് ചെയ്യുക? എക്സിനെ എക്സ് ആയിട്ട് തന്നെ എടുക്കണം. എക്സിനെ എക്സ് ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 3 കൂട്ടണം 1 കൂട്ടണം 2 കൂട്ടണം എക്സ് സമം 160 എന്നുള്ള പോലെ എടുക്കണം. അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ശരാശരിയായ 160 കിട്ടും എന്നുള്ള പോലെ എടുക്കണം. ഓക്കെ ആണല്ലോ? എങ്കിൽ ഇത് പറ, 3 1 4, 4 2 6, 6 + എക്സ് സമം 160. നമുക്ക് എക്സ് അല്ലേ വേണ്ടത്? 5ാമത്തെ സംഖ്യയാണ് എന്ത്? എക്സ്. അപ്പോൾ നോക്ക്, അതിനെ മാത്രം അവിടെ നിർത്തി. അപ്പോൾ 160 കുറയ്ക്കണം 6. ഇവിടെ +6 ആണ്. ഇത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -6 ആകും. അപ്പോൾ നമ്മുടെ ഉത്തരം 156
4. 160 നിന്ന് 6 പോയാൽ 154. ഇതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കുക. 41 കുറയ്ക്കണം 30 പ്ലസ് 45 പ്ലസ് 7 ഗുണിക്കണം 7. വീണ്ടും ബോർഡ് മാസത്തിനുള്ള ചോദ്യം അല്ലേ. ഞാൻ ചോദ്യം ഒന്ന് എടുത്തെഴുതുന്നുണ്ട്. 41 കുറയ്ക്കണം 30 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 45 പ്ലസ് 7 ഗുണിക്കണം 7 എത്രയാണ് എന്നാ ചോദിച്ചേക്കണേ അല്ലേ. അപ്പോൾ ഇനി നോക്ക്, നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? ബോർഡ് മാസം വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ചെയ്യണം. വേണ്ടേ? ബ്രാക്കറ്റ് ചെയ്യണം. ബ്രാക്കറ്റ് ഇവിടെ ഉണ്ടല്ലോ. 45 പ്ലസ് 7 എത്രയാ? 45 7 കൂട്ടിയാൽ എത്രയാ? 52 അല്ലേ. 45 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ എത്രയാ? 52 അല്ലേ. അപ്പോൾ ഇനി അടുത്തത് എന്താ ചെയ്യണ്ടേ? ബ്രാക്കറ്റ് കഴിഞ്ഞു. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഹരണം ഉണ്ടോ? ഇല്ല. ഇനി എന്താ? മൾട്ടിപ്ലിക്കേഷൻ ഗുണനമാണ് അല്ലേ. ഗുണനം ഉണ്ടല്ലോ. 52 ഗുണിക്കണം 7 ഉണ്ട് അല്ലേ. 52 ഗുണിക്കണം 7 നമ്മൾ ചെയ്തു നോക്കുകയാണ്. 52 ഗുണിക്കണം 7 ചെയ്താൽ എത്ര കിട്ടുക? 7 14 ശിഷ്ടം 3 7 5 35. അപ്പോൾ എത്ര വരും? 364 എന്ന് വരും അല്ലേ. 364 എന്ന് വന്നല്ലോ. അപ്പോൾ നമുക്ക് എഴുതാലോ. 41 കുറയ്ക്കണം 30 പ്ലസ് 364. ഇനി ഇതെന്ത് ചെയ്യാനുള്ളത്? ഒരു പ്രശ്നമില്ല അല്ലേ. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? കൂട്ടാനും കുറയ്ക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 41 നിന്ന് 30 കുറച്ചാൽ ആദ്യം. എത്ര? 41 30 കുറച്ചാൽ 11 അല്ലേ. 11 പ്ലസ് 364 കൂട്ടിയാൽ എത്ര കിട്ടും? 375. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 375. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. എത്ര സമയം കൊണ്ട്? അരമണിക്കൂർ കൊണ്ടാണ് കേട്ടോ. വിമാനത്തിന്റെ വേഗത എത്ര? വേഗത നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്. കിലോമീറ്റർ പെർ ഹവർ. എന്താ അതിനർത്ഥം? കിലോമീറ്റർ എന്താണ്? പെർ മണിക്കൂർ. ഒരു മണിക്കൂറിൽ എത്ര ദൂരം പോകും എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. വേഗത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണക്കാക്കുന്നത്? ഒരു മണിക്കൂറിൽ എത്ര ദൂരം പോകുന്നതാണ്. അതന്നെയാണ് ചോദിച്ചേക്കണേ. വേഗതയാണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? അരമണിക്കൂറിൽ 250 കിലോമീറ്റർ പോകുന്ന. സാധാരണ കോമൺ സെൻസ് വെച്ചിട്ട് പറ. അരമണിക്കൂറിൽ 250 കിലോമീറ്റർ പോവുമെങ്കിൽ, അതായത് അരമണിക്കൂറിൽ 250 കിലോമീറ്റർ പോകുമെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര ദൂരം പോകും അയാൾ? നേരെ ഇരട്ടി 500 കിലോമീറ്റർ പോകും അല്ലേ. ഒരു മണിക്കൂറിൽ 500 കിലോമീറ്റർ പോകും. അതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ വേഗത എന്ന് പറയുന്നത് എത്രയായിരിക്കും? 500 കിലോമീറ്റർ പെർ അവർ. ഇനി വേണ്ട, ഇത് മനസ്സിലാവണ്ട, ഇത് ഓർമ്മയില്ല, കുഴപ്പമില്ല. നിങ്ങൾക്ക് അതറിഞ്ഞില്ല എങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നമുക്കറിയാം എന്ത്? സമയം എത്രയാണ്? അരമണിക്കൂറാണല്ലോ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ദൂരം തന്നിട്ടുണ്ടല്ലോ. എത്രയാ? അരമണിക്കൂർ കൊണ്ട് 250 കിലോമീറ്റർ പോവും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പഠിച്ചതാണ്. എന്താ പഠിച്ചത്? വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ് എന്ന് പഠിച്ചതാണ്. നേരെ ഇട്ട് കൊടുത്താൽ മതി. ദൂരം എത്രയാ? 250 സമയം എത്രയാ? 1/2. 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ. 0.5 അല്ലേ. അല്ലെങ്കിൽ 1/2 എന്ന് തന്നെ എഴുതാം. 1/2. എന്ത് ചെയ്യാം? ഒരു സംഖ്യയെ ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? തിരിച്ചിട്ട് ഗുണിക്കണം. വേണ്ടേ? തിരിച്ചിട്ട് ഗുണിക്കണ്ടേ? 250 ഗുണിക്കണം 2/1. നേരെ ഗുണിക്കുക. 250 × 2 500. താഴെ ഡിവൈഡഡ് ബൈ ഒരു 1 ഉണ്ടാവും. ആ 1ന് വില ഉണ്ടോ? ഏത് സംഖ്യ എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം എന്താ? അത് ഡിവൈഡഡ് ബൈ 1 എന്നാണ്. 10 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 10/1 എന്നാണ്. 500/1 എത്രയാ? 500 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം 500 കിലോമീറ്റർ പെർ അവർ. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം എങ്ങനെ ചെയ്യാം? 1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റു. എങ്കിൽ വിറ്റ വില എത്ര എന്നാ ചോദിച്ചേക്കണേ അല്ലേ. ഇതെങ്ങനെയൊക്കെയാ? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? 1600ന്റെ 12% കണ്ടിട്ട് അത് 1600 കുറച്ചിട്ടുള്ള രീതി ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1600ന്റെ 88% കണ്ടാൽ മതിയല്ലോ. എങ്ങനെ നമ്മൾക്കറിയാത്?
എങ്ങനെ നമുക്കറിയാം? 12% നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? 100ന്ന് 12 കുറയ്ക്കുന്നതാണ്. ആ രീതിയിലൊന്ന് ചെയ്തു നോക്കാം. നോക്ക്, ആ രീതിയിലൊന്ന് ചെയ്തു നോക്കാം. 100% എന്ന് പറഞ്ഞാൽ 1600 അതായത് വാങ്ങിയ വിലയെ നമ്മൾ എല്ലായ്പ്പോഴും കണക്കാക്കുന്നത് എന്തായിട്ടാണ്? 100% നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നതാണ്. വാങ്ങിയ വിലയെ നമ്മൾ എപ്പോഴും എന്താ എടുക്കുന്നത്? 100% എടുക്കുന്നത്. എങ്കിൽ നഷ്ടത്തിലാ വിറ്റത്. അപ്പോൾ വിറ്റ വില എത്രയായിരിക്കും? 88%. എന്തുകൊണ്ടാണ് 88% വരുന്നത്? വിറ്റ വില 12% നഷ്ടത്തിലാണ്. 12% നഷ്ടത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ 100ന്ന് എത്ര കുറയ്ക്കണം? 12 കുറയ്ക്കണം. 12% ലാഭത്തിൽ എന്നായിരുന്നു ചോദ്യമെങ്കിൽ എന്ത് ചെയ്തേനെ? 100 കൊണ്ട് 12 കൂട്ടേണ്ടി വന്നേനെ. പക്ഷെ ഇവിടെ എന്താണ്? നഷ്ടത്തിലാണ് വിറ്റത്. 100ൽ നിന്ന് 12 കുറച്ചു 88%. അതെത്രയാണ് എന്നാണ് കാണേണ്ടത്. ചോദ്യത്തിൽ പറഞ്ഞതും അത് തന്നെയാണ്. എന്താ കാണേണ്ടത്? 88% എത്രയാണെന്ന് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്ക് എങ്ങനെ ചെയ്യാം. നമ്മൾ പഠിച്ചതാണ് അല്ലേ? അതുകൊണ്ട് എങ്ങനെ എഴുതിയത്? എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താണ്? 88 ഗുണിക്കണം 1600 അല്ലെങ്കിൽ 1600 ഗുണിക്കണം 88 ഡിവൈഡഡ് ബൈ 100. ഈ 100നെ ഇവിടേക്ക് ഗുണിക്കണം. ഇവിടെ ആളില്ല. അപ്പം നമ്മൾ എന്ത് എഴുതി? വെറും 100 എഴുതി. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 2 0 പോയി, ഈ 2 0 പോയി. 16 ഗുണിക്കണം 88. 16 ഗുണിക്കണം 88 ഗുണിച്ചാൽ പോരെ? 88 ഗുണിക്കണം 16. 8 5 40, 8 48 അല്ലേ? അപ്പം ശിഷ്ടം 4. വീണ്ടും 8 48 ശിഷ്ടം 4. അപ്പം എത്ര കിട്ടി? 52. ഓരട്ടെട്ട്. ഓക്കെ, എടുത്തെഴുതി. 8 0 1 9 5 14. 1408. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 1408. സിമ്പിൾ ചോദ്യം അല്ലേ? നമ്മൾ ചെയ്തിരുന്ന മോഡലുള്ള ചോദ്യം തന്നെയല്ലേ? ഇതിങ്ങനെ അല്ലാതെ എങ്ങനെ ചെയ്യായിരുന്നു? ഇങ്ങനെ അല്ലാതെ എങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ? മറ്റേ മോഡൽ, 2 മോഡൽ നമ്മൾ പഠിച്ചതാ. നമ്മളെങ്ങനെ പഠിച്ചിട്ടുണ്ട്? ആദ്യം എന്ത് ചെയ്തു? 1600ൻ്റെ 12% കണ്ടു അല്ലേ? 12% കണ്ടു. അതിന് എന്ത് ചെയ്താൽ മതി? 2 രീതിയിൽ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ആദ്യം 1600ൻ്റെ 10% എത്രയാ? 160. പിന്നെന്താണ്? 1600ൻ്റെ 1% എത്രയാ? 16. അപ്പം 2 × 16 32 ആയിരിക്കും. എന്ത്? 2% എന്ന് പറഞ്ഞാൽ അപ്പം എത്ര കിട്ടി? 192 എന്ത്? 1600ൻ്റെ 12%. എങ്ങനെയാണിത്? ഇത് 10% എത്രയാണ്? 1 0 പോയാൽ 10% അതാണ് ഈ 160. അപ്പം പിന്നെ അതുപോലെ 1 0 കൂടിയും പോയാൽ, അതായത് 2 0 പോയാൽ എന്താണ്? 1% അതാണ് 16. അപ്പം 2% വേണമെങ്കിൽ 16 32. അതിങ്ങനെയാണ് ഇത് എടുക്കുന്നത് കേട്ടോ. 160 + 32 192 എന്താണ്? 1600ൻ്റെ എത്രയാ? 12%. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ ഇനി 1600ൽ നിന്ന് ഈ 192 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വിറ്റ വില കിട്ടും. വിറ്റ വില അപ്പം എത്ര? 1408 നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 55 80 100 എന്നീ സംഖ്യകളുടെ ഉസാഗം എത്ര? ചെയ്യാനറിയാലോ. നോക്ക്, 55 80 100 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതുകൊണ്ട് ചെയ്യാം? നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഏതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുക. 5 കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? 5 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 11. എത്ര ഇവിടെ വരിക? 80 ആണെന്നുണ്ടെങ്കിൽ 16. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 20. ഇനി ചെയ്യാൻ പറ്റുമോ? ഉസാഗയാണ് ചോദിച്ചത്. ഇനി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഏതാ ഉത്തരം? 5. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 5 ആണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇത്രയുള്ളൂ സാധനം ഇത് ചെയ്യാൻ. അല്ല എങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഏറ്റവും വലിയ 2 സംഖ്യകൾ എടുക്കും, 80 100. അതിൻ്റെ വ്യത്യാസം നോക്കി 20. ഓപ്ഷനിൽ നിന്ന് പോകുമോ നോക്കിയപ്പോൾ എ ഓപ്ഷനും പോവും, അതുപോലെ എന്താണ് സി ഓപ്ഷനും പോവും, ഡി ഓപ്ഷനും പോവും. നമ്മൾ നോക്കി എന്ത് വലിയ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 20 എന്ന് എടുത്തു. അപ്പോൾ അത് പോവോ നോക്കി ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യാൻ നോക്കിയപ്പോൾ എ ഓപ്ഷനും സി ഓപ്ഷനും ഡി ഓപ്ഷനും പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ എ ഓപ്ഷൻ എടുത്തിട്ട് ആദ്യത്തെ സംഖ്യേനെ ഹരിക്കാൻ പറ്റുമോ നോക്കി. എന്താ ചെയ്തത്? എ ഓപ്ഷൻ എടുത്തിട്ട് ആദ്യത്തെ സംഖ്യേനെ ഹരിക്കാൻ പറ്റുമോ നോക്കി. 55ന് നിശേഷം ഹരിക്കാൻ പറ്റുമോ 10 കൊണ്ട്? ഇല്ല, പോയിന്റ് വരും. അപ്പം ഇനി അടുത്തത് 5 കൊണ്ട് നോക്കി. പറ്റും, 55ന് ഹരിക്കാൻ പറ്റും.
80-നെ ഹരിക്കാൻ പറ്റും, 100-നെ ഹരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ HCF ഉസാഗ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 5 ആയിരിക്കും. 2-നെ 55 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. എന്താ, ഇവിടെ 5 ഉസാഗയാണ് നമുക്ക് കിട്ടി. ഓക്കെ, 2 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓപ്ഷനിൽ നിന്നുള്ള മെത്തേഡും സാധാ മെത്തേഡും. ഈ മെത്തേഡ് എന്തായാലും പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. നമ്മൾ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഇന്നലെ പറഞ്ഞ ചോദ്യം അല്ലേ? ഇന്നലത്തെ ക്ലാസ്സിലിട്ട ചോദ്യമാണിത് അല്ലേ? നമ്മൾ ഇന്നലത്തെ ക്ലാസ് കണ്ടവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. 8 എന്ന് പറഞ്ഞാൽ എന്താ? 2 ക്യൂബാ. 64 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ക്യൂബാ. 27 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ക്യൂബാ. ഈ 16 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയറാ. നമ്മുടെ ഉത്തരം അപ്പം എന്തായിരിക്കും കൂട്ടത്തിൽ പെടാത്തത്? ഓപ്ഷൻ ബി 16. ബാക്കിയൊക്കെ എന്താ? ക്യൂബുകളാണ് അല്ലേ? ഇത് ഇന്നലത്തെ ചോദ്യത്തിലുള്ളതാ. ഇന്നലത്തെ ചോദ്യത്തിൻ്റെ സെയിം മോഡൽ അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. 1, 3, 6 എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏതായിരിക്കും? 1, 3, 6 അല്ലേ? ഞാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 1, 3, 6 അടുത്തത് ഏതായിരിക്കും എന്നാണ് ചോദിച്ചേക്കണേ. ഈ 1, 3, 6 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കുലർ സീരീസ് ആണ്. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നോക്ക്, ഇവിടെ എന്താണ് വ്യത്യാസം? 2 അല്ലേ വ്യത്യാസം? 1, 3 തമ്മിലുള്ള വ്യത്യാസം 2 അല്ലേ? 3, 6 തമ്മിലുള്ള വ്യത്യാസം എത്ര? 3 ആണ്. അപ്പോൾ ഇനി അടുത്ത വ്യത്യാസം എത്രയായിരിക്കും? 4 ആയിരിക്കും. 6, 4 കൂട്ടിയാൽ 10. നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ എ 10 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇതൊരു ട്രയാങ്കുലർ സീരീസ് എന്ന് പറഞ്ഞിട്ട് മാത്സിൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. 2 ആണ് ആദ്യത്തെ വ്യത്യാസം, പിന്നത്തെ വ്യത്യാസം 3 ആണ്. അപ്പോൾ അടുത്ത വ്യത്യാസം എന്തായിരിക്കും? 4 ആയിരിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 10 ആണ്. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 2n+1 = 32 ആയാൽ n എത്രയെന്നാണ് ചോദിച്ചേക്കണേ. എന്താ ചോദ്യം? 2n+1 എന്ന് പറഞ്ഞാൽ എന്താ? 32 ആയാൽ n എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ. ഇത് കുറേ രീതിയിൽ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാനുള്ളത് ഇതിൽ ഓപ്ഷനിൽ നിന്ന് ഇട്ട് വെച്ചാൽ മതി. ഓപ്ഷനിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ എടുത്തിട്ട് നോക്കി നോക്കാം ആദ്യം. 2^3+1. അപ്പോൾ 2^4 എത്രയാണ്? 2^4 എത്രയാണ് നോക്കുക ആദ്യം. അപ്പോൾ എത്ര കിട്ടുക? 2^4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ എത്രയാണ്? 4 × 4 16 ആണ്. എന്ത്? 2^4 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതല്ല എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി തൊട്ട് മുമ്പത്ത് 4 എടുത്തു നോക്കാം. അപ്പോൾ എത്ര? 2^4+1. അപ്പോൾ എത്ര കിട്ടി? 2^5 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കൂടെ ഒരു 2 കൂടി ഗുണിച്ചാൽ മതി അല്ലേ? പോരെ? മതി. അപ്പോൾ എന്താ? 16 × 2 കൂടി ചെയ്താൽ മതി. കാരണം എന്താണ്? 2 × 2 ആണ് 2^5 എന്ന് പറഞ്ഞാൽ. ഇവിടെ 4 ഉണ്ട്, ഇവിടെ ഒന്നും കൂടി എക്സ്ട്രാ വരുന്നു. അപ്പോൾ എന്താണ്? 16 × 2 32. അതുതന്നെയാണല്ലോ നമ്മളോട് തന്നിട്ടുള്ളത്. 2n+1 എന്ന് പറഞ്ഞാൽ 32. അപ്പോൾ നമ്മൾ എടുത്ത സംഖ്യ ഏതാ? ബി 4 ആണ്. അതായത് 2^4+1 എന്ന് പറഞ്ഞാൽ എന്താണ്? 32 ആണ്. നമ്മുടെ ഉത്തരം 2^4 അപ്പമാണെങ്കിൽ ബി 4 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇനി അല്ല എങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, കൃത്യങ്ങൾ നിയമങ്ങൾ പഠിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നോക്ക്, 2n+1 = 32 എന്നാണ് തന്നിട്ടുള്ളത്. a⁻m+n എന്ന് പറഞ്ഞാൽ എന്താ? a⁻m × a⁻n ആണ്. a⁻m-നെ a⁻n കൊണ്ട് ഗുണിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ 2n+1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2n ഗുണിക്കണം 2^1. ഈ 2^1 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 തന്നെയാണ്. ഏത് സംഖ്യയുടെ പവർ 1 വന്നാലും ആ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി? 2n ഗുണിക്കണം 2 = 32 എന്നായല്ലോ. അപ്പോൾ 2n എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 32/2. ഇത് വെട്ടി ചെറുതാക്കിയാൽ 2n എന്ന് പറഞ്ഞാൽ 16. 2ൻ്റെ ഏത് പവറാണ് 16 വരുന്നത്? 2ൻ്റെ ഏത് പവറാണ് 16 വരുന്നത്? 2^4 ആണ് 16 വരുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം 4 ആയിരിക്കും. അങ്ങനെയും ചെയ്യാം. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു കന്നുകാലി ചന്തയിൽ കുറേ പശുക്കളും മനുഷ്യരും ഉണ്ട്. ആകെ കാലുകൾ 70-ഉം ആകെ തലകൾ 30-ഉമാണ്. മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചേക്കണേ. ഇങ്ങനെ കാലുകളുടെ എണ്ണവും തലകളുടെ എണ്ണവും തന്നു കഴിഞ്ഞിട്ട് നമ്മളോട് പശുക്കളുടെ എണ്ണം എത്ര, മനുഷ്യരുടെ എണ്ണം എത്ര എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ, ഓക്കെ, ഞാൻ ഈ ചോദ്യത്തിലെ കാര്യങ്ങൾ മാത്രം ഒന്ന് എഴുതാം. ആകെ കാലുകൾ എന്ന് പറയുന്നത് 70 ആണ്.
അതുപോലെ തന്നെ തലകൾ എന്ന് പറയുന്നത്, ആകെ തലകൾ എന്ന് പറയുന്നത് 30 ഓക്കെ ആണല്ലോ. നമുക്ക് തന്നേക്കുന്ന അതേപോലെ നോക്കുക. ആകെ എത്ര കാലുണ്ട്? 70 കാലുണ്ട്. അതുപോലെ തന്നെ എത്ര തലയുണ്ട്? 30 തലയുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ പശുക്കളുടെ എന്താണ് 4 കാലുള്ളതിൻ്റെ പശുക്കളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട്, ഇത് പഠിച്ചോ, കാണാതെ പഠിച്ചോ, നല്ല സാധനമാണ് കേട്ടോ. എന്ത് ചെയ്യുക? ആകെ കാലുകളുടെ പകുതി എടുക്കുക. ആകെ എത്ര കാല? 70 അല്ലേ? അതിൻ്റെ പകുതി എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് തല കുറയ്ക്കുക. എന്താ ചെയ്തത്? ആകെ കാലുകളുടെ പകുതി എടുത്തിട്ട് അതിൽ നിന്ന് തലകളുടെ എണ്ണം കുറയ്ക്കുക. എന്താ ചെയ്തത്? ഒരാളോട് പറയാം. എന്താണ്? ആകെ കാലുകളുടെ എണ്ണത്തിൻ്റെ പകുതി എടുത്തിട്ട് അതിൽ നിന്ന് തലകളുടെ എണ്ണം കുറച്ചാൽ അപ്പോൾ എത്ര? 70/2 35 - 30. നമ്മുടെ ഉത്തരം 5 ആയിരിക്കും പശുക്കളുടെ എണ്ണം. മനസ്സിലായല്ലോ? എന്താണ്? ആകെ കാലുകൾ 70, തലകൾ 30. അപ്പോൾ പശുക്കളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? ആകെ കാലുകളുടെ എണ്ണത്തിനെ 2 കൊണ്ട് ഹരിച്ചതിന് ശേഷം അതിൽ നിന്ന് നമ്മുടെ തലകളുടെ എണ്ണം, ആകെ തലകളുടെ എണ്ണം കുറച്ചാൽ മതി. അപ്പോൾ ആകെ തലയുടെ എണ്ണം 30. പശുക്കൾ എത്രയുണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനി മനുഷ്യരുടെ തലയുടെ എണ്ണോ, അതായത് മനുഷ്യരെത്രയുണ്ട് നോക്കുക. എന്ത് ചെയ്താൽ 30-ൽ നിന്ന് 5 കുറച്ചാൽ പോരെ? എത്രയാ? 25. അപ്പോൾ അത് നമുക്ക് എന്ത് മനസ്സിലായി? 25 മനുഷ്യരുണ്ട്, അതുപോലെ 5 പശുക്കളുണ്ട്. നമ്മളോട് ചോദിച്ചേക്കണം എന്താ? മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ എന്ത് ചെയ്താൽ ഈ 25-ൽ നിന്ന് ഈ 5 കുറച്ചാൽ മതി. എത്ര കിട്ടുക? 25-ൽ നിന്ന് 5 കുറച്ചാൽ 20. ഓപ്ഷൻ ഡി 20. സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ ഇത് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതല്ലെങ്കിൽ എക്സും വൈ ഒക്കെ വെച്ചിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഉത്തരം കിട്ടും എന്തായാലും. ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്താലും ഉത്തരം കിട്ടും. പക്ഷെ പഠിക്കുക, ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് പഠിച്ചു വെച്ചോ. കുറച്ച് കാലമായി ചോദിക്കാറില്ലായിരുന്നു, പക്ഷെ ഇത് ഇനി എന്തായാലും നോക്കി വെച്ചോ. നമുക്ക് തന്നിട്ടുള്ളത് ആകെ കാലുകളുടെ എണ്ണം, അതുപോലെ തലകളുടെ എണ്ണം. നമുക്ക് തന്നിരിക്കുന്നത് ഇരുകാലികളും 4 കാലികളുമാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. എങ്കിൽ 4 കാലികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആകെ കാലുകളുടെ എണ്ണത്തെ 2 കൊണ്ട് ഹരിച്ചതിന് ശേഷം അതിൽ നിന്ന് തലകളുടെ എണ്ണം കുറച്ചാൽ, തലകളുടെ ആകെ എണ്ണം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 4 കാലികളുടെ എണ്ണം കിട്ടും. ഈ കേസിൽ പശുക്കളാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? പശുക്കളുടെ എണ്ണം കിട്ടി 5. അപ്പോൾ നമുക്കറിയാം മൊത്തം തല 30 എണ്ണം. 5 തല ആരതായിരിക്കും? പശുവിൻ്റെ ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള തല ഏതാ? മനുഷ്യൻ്റെ അല്ലേ? അപ്പോൾ മനുഷ്യൻ്റെ തല എത്രയാ? 25. നമ്മളോട് ചോദിച്ചേക്കണത് പശുക്കളുടെയും മനുഷ്യരുടെയും എണ്ണം തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ 25-ൽ നിന്ന് 5 കുറച്ചു 20. ഉത്തരം കിട്ടി. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം നോക്കുക. 0.05² × 1/20. നേരെ ചെയ്യാൻ നിൽക്കട്ടെ, പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ നിൽക്കട്ടെ. ഓപ്ഷനിൽ നോക്ക് ഉത്തരം എങ്ങനെയാണ് തന്നേക്കണേന്ന്. 0.25², 0.05³ 0.05², 0.25³ അങ്ങനെയൊക്കെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ നേരെ അങ്ങ് ഗുണിച്ചെഴുതാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? 0.05² ഗുണിക്കണം 1/20-ൽ ആദ്യം ആ 1/20 ഒന്ന് ചെയ്യും. 1/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-നെ 20 കൊണ്ട് ഹരിക്കാനാണ് പറയുന്നത്. 1-നെ 20 കൊണ്ട് ഹരിക്കാലോ. എങ്ങനെ ഹരിച്ചാൽ പോവോ? ഇല്ല. പോയിൻ്റ് ഇട്ടു, ഒരു 0 വന്നു. ഇനി പോവോ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു 0 ഇട്ടു, ഇവിടെ ഒരു 0 ഇട്ടു. അപ്പോൾ എത്രയാ കിട്ടുക? 5 അല്ലേ? 5 20 100 0.05 തന്നെ കിട്ടി. അതായത് 1-നെ 20 കൊണ്ട് ഹരിച്ചാൽ 1/20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/20 എന്ന് പറഞ്ഞാൽ 0.05 തന്നെയാണ്. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? 0.05² ഗുണിക്കണം 0.05. അതിൻ്റെ അർത്ഥം എന്താണ്? 0.05³ അതായത് ഈ 0.05² എന്ന് പറഞ്ഞാൽ 0.05 ഗുണിക്കണം 0.05 എന്നാണ് 0.05² എന്ന് പറഞ്ഞാൽ. ഗുണിക്കണം 0.05 എന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 0.05³ എന്ന് എഴുതാം. 1 2 3. മനസ്സിലായല്ലോ? അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ a⁴n ആ സംഭവം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ. എങ്കിൽ ഇതിൻ്റെ ഉത്തരം കിട്ടി എന്താണ്? 0.05³. സിമ്പിൾ ചോദ്യമാണല്ലോ. നേരെ ഇത് ഗുണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റിക്ക് വീണ്ടും തിരിച്ചാക്കണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓപ്ഷൻ നോക്കുക, ബന്ധം മനസ്സിലാക്കുക, ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം.
അടുത്ത ചോദ്യം 1, 2, 4, 8 എന്ന സംഖ്യാശ്രേണിയുടെ അടുത്ത പദം ഏതെന്നാണ് ചോദിച്ചേക്കണേ. തന്നേക്കണ 1, 2, 4, 8. കാണുമ്പോൾ തന്നെ അറിയാം എന്താ, 1ന്റെ ഇരട്ടി 2, 1ന്റെ ഇരട്ടി 2, 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി എന്താണ് 16. സിമ്പിൾ ചോദ്യം അല്ലേ? ഓപ്ഷൻ സി 16 ആണ് ഉത്തരം. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം ചെയ്യാൻ രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശബന്ധം 2:3 ആണ്. 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് 24 വയസ്സാകും. ജയയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ. ഈ ചോദ്യത്തിൽ നമ്മൾ സാധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ രമയുടേത് എഴുതും, എത്ര 2, ജയയുടെ എഴുതും, എത്ര ജയയുടെ എത്രയാ 3 ആണ്. ഇനി പറഞ്ഞിട്ടുണ്ട് എന്ത്, 5 വർഷം കഴിഞ്ഞാൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, രമയുടേത് എത്രയാവുന്ന പറഞ്ഞുള്ളത് 24 ആണല്ലോ. 5 വർഷം കഴിഞ്ഞാൽ രമയ്ക്ക് 24 വയസ്സാവുന്ന പറഞ്ഞേ. അപ്പോൾ ഈ സമയത്ത് ഇവിടെ 2 ആവുന്ന സമയത്ത്, അതായത് ഇപ്പോൾ രമയുടെ വയസ്സ് എത്രയായിരിക്കും? 5 വർഷം കുറയ്ക്കണ്ടേ? 19 ആണ് എന്ത് ഇപ്പോഴത്തെ രമയുടെ വയസ്സ്. അതായത് ഈ 2 എന്ന് പറയുന്നതാണ് എന്ത് 19. എങ്കിൽ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 19/2. എത്രയാണത്? 9.5 അല്ലേ? 9.5 ആണ്. എങ്കിൽ പറ ജയയുടെ പ്രായം എത്രയാണ്? എന്ത് ചെയ്താൽ മതി? ഇതിനെ 9.5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇത് ഗുണിച്ചാൽ എത്ര കിട്ടുക നമുക്ക്? 28.5 എന്ന് കിട്ടും. ഓപ്ഷനിൽ അങ്ങനെ ഒരു വാല്യൂ ഉണ്ടോ? ഒരിക്കലും നമുക്ക് എന്താണ് വയസ്സുകളുടെ ചോദ്യത്തിലൊന്നും പോയിന്റിൽ ഉത്തരം തരാറില്ല, PSC തരാറില്ല. അപ്പോൾ ഇതെന്താണ്? റോങ് ചോദ്യമാണ്, നമുക്ക് ഉത്തരവില്ല. 3 ചോദ്യങ്ങൾ നമ്മൾ ക്യാൻസൽ ആയിപ്പോയി അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 1 കൂട്ടണം 2 ഗുണിക്കണം 3 ഹരിക്കണം 6 കുറയ്ക്കണം 1. 1 കൂട്ടണം 2 ഗുണിക്കണം 3 ഹരിക്കണം 6 കുറയ്ക്കണം 1. ബോർഡ് മാസ് ആണ് ചെയ്യാനുള്ളത്. വീണ്ടും ബോർഡ് മാസ് അല്ലേ? ബ്രാക്കറ്റ് ഉണ്ടല്ലോ 2 ഗുണിക്കണം 3 എത്രയാ കിട്ടുക? 2 ഗുണിക്കണം 3 ചെയ്താൽ 6 അല്ലേ? ബ്രാക്കറ്റ് പോയി. ഇനി ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരണമാണ്. 6 ഹരിക്കണം 6 ഉണ്ടല്ലോ, എത്ര വരിക? 1. അപ്പം ഇനി നോക്കൂ, 1 കൂട്ടണം 1 കുറയ്ക്കണം 1 എത്രയാ? 1 കൂട്ടണം 1 2, 2ൽ നിന്ന് 1 പോയാൽ 1. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 1 ആണ്. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 11:32 സമം 22 എത്രന്നാണ് ചോദിച്ചേക്കണേ അല്ലേ? ഇതെന്താ ചെയ്തേക്കണേന്നറിയോ? 11 × 11 + 11. ഓക്കെ ആണല്ലോ? അതായത് 11 × 11 121 + 11 132. മനസ്സിലായല്ലോ? അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്തത്, ഈ 11നെ 11 കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതേ സംഖ്യ കൊണ്ട് തന്നെ കൂട്ടി. അപ്പോൾ എത്ര കിട്ടി? 132 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അതുപോലെ 22നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22നെ ആദ്യം 11 കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? 22 കൂട്ടി. ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 22 × 11 എത്രയാ? 242 അല്ലേ? 242 അല്ലേ? പ്ലസ് 22 എത്രയാ? 264. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഇത് നോക്ക്, ഒറ്റയാൻ ഏതെന്നാ ചോദിച്ചേക്കണേ. ലംബകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? ലംബകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഷേപ്പാണ് ലംബകം അല്ലേ? ചതുരം എന്താണെന്ന് നമുക്കറിയാം. 4 വശമുള്ള ഇതാണ് ചതുരം. അതായത് ഇതിൻ്റെ ഈ വശവും തുല്യമായിരിക്കും, ഈ വശവും തുല്യമായിരിക്കും. അതാണ് ചതുരം എന്ന് പറയുന്നത് അല്ലേ? ഇവിടെയൊക്കെ 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ചതുരം എന്ന് പറയുന്നത്. അപ്പോൾ സമാന്തരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സമാന്തരമായിട്ടുള്ളത്. ഇതിനെന്താണ്? 4 വശം. പക്ഷേ ഈ ചതുർഭുജം കണ്ടോ? ഈ ചതുർഭുജത്തിൻ്റെ ഉള്ളിൽ പെടുന്നതാണ് ഈ തന്നേക്കുന്ന ബാക്കിയെല്ലാം. മനസ്സിലായോ? ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശമുള്ള ഏത് സാധനങ്ങളെയും, അതായത് 4 വശം യോജിച്ചിട്ടുള്ള 4 വശങ്ങളുള്ള എല്ലാത്തിനെയും പറയുന്ന ഒറ്റ പേരാണ് എന്ത്? ചതുർഭുജം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയാൻ ആരാണ്? ചതുർഭുജമാണ്. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 2, 3, 5, 7 ഇങ്ങനെ തുടർന്നാൽ 8ാമത്തെ സ്ഥാനത്തെ സംഖ്യ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിലും കൂടിയും പറഞ്ഞാണ് അഭാജ്യ സംഖ്യകളിലാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ്? കണ്ടാൽ അറിയാം അഭാജ്യ സംഖ്യയാണ് അല്ലേ? 2, 3, 5, 7. അടുത്തത് ഏതാണ്? 11. അടുത്തതേതാ? 13. അടുത്തതേതാ? 14 പറ്റുമോ? ഇല്ല. 15 പറ്റില്ല. 16 പറ്റില്ല. 17. അടുത്തത് 19.
നോക്ക് ഓപ്ഷനിൽ അത്രയേ ഉള്ളൂ. അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 8ാമത്തെ സ്ഥാനത്ത് ആരാ വന്നേക്കണത്? 19. ഓപ്ഷൻ എ 19 ഉത്തരം. സിമ്പിൾ ചോദ്യം അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 4/2/6 ഹരിക്കണം 1/2/6. ഈ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നേരെ ഹരിക്കാൻ പറ്റുമോ? ഇല്ല, വിഷമ ഭിന്നാക്കണം അല്ലേ? 4/2/6 നമ്മൾ എന്താക്കണം? വിഷമ ഭിന്നാക്കണം. വിഷമ ഭിന്നാക്കി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 4 ഗുണിക്കണം 6 6 4 24 24 6 4 24 പ്ലസ് ഈ 2 ഡിവൈഡഡ് ബൈ 6. വിഷമ ഭിന്നാക്കാൻ അറിയാലോ. എത്ര കിട്ടുക? 26/6. അതുപോലെ തന്നെ 1/2/6 ചെയ്യാലോ. 1 ഗുണിക്കണം 6 6 പ്ലസ് 2/6 ചെയ്താൽ എത്ര കിട്ടുക? 8/6 ആണല്ലോ. ഇത് കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? നേരിട്ട് ഹരിച്ചാൽ മതി. 26/6 ഹരിക്കണം 8/6. എന്താ ചെയ്യുക? ഹരിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? തിരിച്ചിട്ട് ഗുണിക്കണം. 26/6 ഗുണിക്കണം 6/8. 8/6 തിരിച്ചിടണം. അതായത് വിൽക്രമം കൊണ്ട് ഗുണിക്കാം. അപ്പം ഇനി നോക്കാലോ. ഈ 6 വെട്ടിപ്പോയാലോ. ഇതിനെ ഇനി വെട്ടി ചെറുതാക്കി കൂടെ? 2 കൊണ്ട് വെട്ടാം. 26 2 കൊണ്ട് വെട്ടിയാൽ 13. 8 വെട്ടിയാൽ 4. ഇനി വെട്ടാൻ പറ്റുമോ? ഇല്ല. 13/4 എന്ന് കിട്ടി. ഓപ്ഷനിൽ നോക്കിയപ്പോൾ അതൊക്കെ എന്താ? മിശ്ര ഭിന്നങ്ങളാണ്. ഓപ്ഷനിലൊക്കെ മിശ്ര ഭിന്നങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിനെ മിശ്ര ഭിന്നാക്കാനും അറിയാലോ. 13നെ 4 കൊണ്ട് ഹരിക്കുക. എത്രയാ? 3 4 12 ശിഷ്ടം 1. മിശ്ര ഭിന്നാക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഹരണഫലമായ 3നെ എഴുതി. ഇനി എന്ത് ചെയ്യും? അംശം ഏതായിരിക്കും? ശിഷ്ടം അല്ലേ? ശിഷ്ടം മേലെ എഴുതി, താഴെ ഹരിച്ച 4നെ എഴുതി. നമ്മുടെ ഉത്തരം അപ്പം എത്രയാ? 3 1/4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ പരീക്ഷയായിരുന്നു. പക്ഷേ സിമ്പിളായിട്ടുള്ള ഒരു 2-3 ചോദ്യങ്ങൾ എന്ത് ചെയ്തു? ഇവർ ക്യാൻസലാക്കി അല്ലേ? എന്നാലും കുഴപ്പമില്ല. നല്ല സിമ്പിൾ പരീക്ഷയായിരുന്നു. എന്തായാലും എല്ലാവരും നന്നായി ചെയ്തു എന്ന് വിചാരിക്കുന്നു. താങ്ക്